പഠിച്ചു വെക്കണേ. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈമാൻ നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖൽബിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു ചെറിയ പ്രകാശമാണ്, ശൂന്യമയാണ്. ഹിദായത്തിന്റെ നിർവചനം ഉലമാക്കൾ പറഞ്ഞത് ഇതാണ്: നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖൽബിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന പ്രകാശമാണ്. ആ പ്രകാശത്തെ നീ അണച്ചു കളയല്ലേ, ആ പ്രകാശത്തെ നീ നഷ്ടപ്പെടുത്തരുതേ. നീ മുഅ്മിനല്ലയോ, നീ മുഅ്മിനത്തല്ലയോ, കള്ള് കുടിക്കരുതേ, കള്ള് കുടിക്കല്ലേ. ലഹരി നുണയലോടുകൂടി നിനക്കുള്ള പവർ നഷ്ടപ്പെടുകയാണ്, നിന്റെ ഈമാൻ ഊരപ്പെടുകയാണ്. നീ തൗബ ചെയ്തില്ല എങ്കിൽ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ഈമാൻ നഷ്ടപ്പെട്ടവനാകുകയാണ്, കാഫിറായി ചത്തുപോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്: മൻ മാത മുദ്മിനൻ ബിൽ ഖംർ യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്: സ്വഹാബത്തെ, ഈ ദുനിയാവിൽ കള്ള് കുടിക്കുന്നവൻ, ലഹരി നുണയുന്നവൻ, പാൻപരാഗ് ചവയ്ക്കുന്നവൻ, ഹറാമായ രീതിയിൽ, മോശപ്പെട്ട രീതിയിൽ ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്നവൻ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരില്ലയോ, ക്യാമ്പസിൽ പഠിക്കുന്ന യുവാക്കളില്ലയോ, യുവതികളില്ലയോ, സ്കൂളിലെ ടീച്ചർ അറിയാതെ, അധ്യാപകരറിയാതെ ശൗചാലയത്തിൽ പോയിരുന്നു കൊണ്ട് കുപ്പി പൊട്ടിക്കുന്നവരെ, സ്കൂളിന്റെ വരാന്തയിൽ സ്കൂൾ അടച്ചതിന് ശേഷം പാതിരാത്രി സമയത്ത് അതിൻ്റെതാകുന്ന സ്റ്റേഡിയത്തിൽ പോയിരുന്നു കൊണ്ട് ഒരു മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ കള്ള് കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, ക്രിസ്മസിന്റെ രാവുകളെ കള്ള് കുടിച്ചവരെ, ന്യൂ ഇയറിന് രാവിലെ കള്ള് കുടിക്കാൻ തുനിയുന്നവരെ, പഠിച്ചു വെക്കണേ. മൻമാത മുദ്മിനം ബിൽ ഖംർ യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. മക്ക മുശ്രിക്കുകളാകുന്ന ലാത്തയും ഉസ്സയും കൈകൊണ്ട് നിർമ്മിച്ചതാകുന്ന മക്ക മുശ്രിക്കുകൾ ചത്തൊടുങ്ങിയതുപോലെ കാഫിറായി ചത്തുപോകുമേ. ഖാലൂ, സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്: അറഅയ്ത മുദ്മിനം ബിൽ ഖംർ വല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്. നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സഹാബത്ത് ചോദിക്കുന്നു: നബിയേ, അവിടുന്ന് പറഞ്ഞ കള്ളുകുടിക്കാരൻ മുദ്മിനുൽ ഖംർ എന്ന പദപ്രയോഗമല്ലയോ തങ്ങൾ നടത്തിയത്? മുദ്മിൻ എന്ന് പറഞ്ഞാൽ മിനിങ്ങി നടക്കുന്നവനാണ്, 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനാണ്. അറഅയ്ത മുദ്മിനൻ ബിൽ ഖംർ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. തങ്ങൾ പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചല്ലയോ, 24 മണിക്കൂറും ലഹരി നുണയുന്നവനെ കുറിച്ചല്ലയോ തങ്ങൾ പറഞ്ഞത്? കാഫിറായ ചത്തുപോകുമെന്ന്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്: ലാ യാ സാബാ, അല്ല സാബത്തെ, നിങ്ങൾ കരുതിയതുപോലെയല്ല. വലാകിൻ യശറബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. വർഷങ്ങൾക്ക് ശേഷം തന്നെ കൂട്ടുകാരൻ നാട്ടിലേക്ക് ദുബായ് ഫ്ലൈറ്റ് വരുമ്പോ അവന് കൊടുത്തതാകുന്ന ഒരു കുപ്പിയാണ്, ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. പൈസ കൊടുത്തിട്ടാകട്ടെ അല്ലാതാകട്ടെ, കൂട്ടുകാരുമായിട്ട് ഓണത്തിന്റെ രാത്രിയിൽ, ക്രിസ്മസിന്റെ രാവിലെ, ന്യൂ ഇയർ ആഘോഷിക്കുന്ന വേളയിൽ, വാപ്പ മരിച്ചപ്പോൾ അതിന്റെ ദുഃഖത്തിൽ, മകന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ, ഏത് സന്തോഷ വേളയിലായി ആയിരുന്നാലും, സന്താപ വേളയിലായിരുന്നാലും ലഹരി നുണയുന്നുണ്ടോ, ലഹരി കുടിക്കുന്നുണ്ടോ, കാഫിറായി ചത്തുപോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ കുടിച്ചാൽ ഉടനെ ഈമാൻ അങ്ങ് കുറയും. ഒന്ന്, ഈമാൻ ഊരപ്പെടും. ഒന്ന്. രണ്ടാമത് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ മരിക്കുന്നത് എങ്ങനെയാണ്? കാഫിറായിട്ട് മരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഓരോ പടിപടിയാണ്. നമ്മൾ പോവല്ലേ, മരണത്തിലേക്കല്ലേ പോകുന്നത്. ശ്രദ്ധിക്ക്. എന്തുകൊണ്ടാണിത് പറയുന്നത്?
കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ കള്ള് കുടിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് എങ്കിൽ രണ്ടാമതായി പുതിയ ന്യൂസ് വന്നത് കരുനാഗപ്പള്ളിയാണ്. മുസ്ലിമേ മുസ്ലിമത്തേ, ഖേദമുണ്ടേ ദുഃഖമുണ്ടേ, ഒരു ഇമാമെന്ന നിലയിൽ സ്നേഹത്തോടുകൂടി പറയുകയാണ്, പാടില്ല മക്കളെ, പാടില്ല ചെറുപ്പക്കാരാ, നമ്മൾ ഈമാനുള്ളവരാണ്. നിന്റെ നാവിലൂടെ കള്ള് കുടിക്കേണ്ട നാവല്ല, ദിക്ർ ചൊല്ലേണ്ട നാവാണ്. പരിശുദ്ധ ഖുർആനോദണ്ട നാവാണ്, ദിക്ർ ചൊല്ലേണ്ട നാവാണ്, പരിശുദ്ധ സ്വലാത്ത് ചൊല്ലേണ്ട നാവാണ്. ഈ നാവിലേക്ക് നീ കള്ളൊഴിക്കരുതേ. ഹറാമായ രീതിയിൽ, മോശമായ രീതിയിൽ നിന്റെ ജീവിതം വഴി നടത്തരുതേ. ഈമാൻ ഉരപ്പെടുമെന്ന് മാത്രമല്ല, കാഫിറായി ചത്തുപോകുമേ, കാഫിറായി ചത്തുപോകുമേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തീർന്നില്ല, ഖബറിലേക്ക് ചെല്ലുമ്പോൾ അടുത്ത ശിക്ഷ. മുൻഗാമികളിൽപ്പെട്ടതായ ഒരു പാവപ്പെട്ട സ്വാലിഹായ മനുഷ്യൻ, കാനമിമ്മൻ ഖബലക്കും, നിങ്ങളിൽ മുൻപുണ്ടായിരുന്ന ഒരു സ്വാലിഹായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകനിതാ മരണപ്പെടുകയാണ്. മരിച്ചുപോയ മകനെ ഓർത്ത് കരച്ചിലാണ് ഉപ്പ നല്ല ഇബാദത്തുള്ള മനുഷ്യനാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മകനെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. മകന്റെ തലമുടി മുഴുവൻ നരച്ചിരിക്കുകയാണ്. ഖബറിൽ കിടക്കുന്ന മകനെ കാണിക്കുകയാണ്. മകന്റെ തലമുടി മുഴുവൻ നരച്ചിരിക്കുകയാണ്. ശിബിതയാ ബുനയ്യ, നരച്ചു പോയല്ലോ മകനെ, നരച്ചു പോയല്ലോ മകനെ. അപ്പോഴാണ് ഉപ്പയോട് മകൻ പറയുന്നത്, ഉപ്പാ ദുഫിന മിമ്മൻ കാന യശ്റബുൽ ഖമറ ദുഫിന അലയ്യ ദുഫിന അലാ ജംബി മിമ്മൻ കാന യശ്റബുൽ ഖമറ. എന്റെ ഖബറിന്റെ സമീപത്തേക്ക് എന്നെ കൊണ്ടുവന്ന ഖബറടക്കിയതിന്റെ രാത്രിയിൽ കള്ളുകുടിയനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എന്റെ ഖബറിന്റെ സമീപത്തേക്ക് ഖബറടക്കുകയാണ്. എന്റെ ഖബറിന്റെ സമീപത്തേക്ക് ചേർത്ത് വെക്കുകയാണ്. ദുഫിന മിമ്മൻ കാന യശ്റബുൽ ഖമറ. കള്ളുകുടിയനായ മനുഷ്യനെ കൊണ്ടുവന്ന് എന്റെ ഖബറിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന് ഖബറടക്കിയപ്പോ സഫറതു ജഹന്നമ ലിഖുദൂമിഹി സഫറതാ, കത്തിച്ചൊരിക്കുന്ന 3000 കൊണ്ടം കൊണ്ട് പടച്ചറബ് നിർമ്മിച്ചതാകുന്ന നരകമൊന്ന് വല്ലാതെ തീജ്വാല പുറപ്പെടുവിക്കുകയാണ്. ഫസഫറതു ജഹന്നമ ലിഖുദൂമിഹി സഫറതാ. ജഹന്നമാകുന്ന നരകമൊന്ന് വല്ലാതെ അതിന്റെ തീജ്വാലകളൊന്ന് പുറത്തേ കൂതുകയാണ്. ആ മനുഷ്യന്റെ ഖബറിലേക്ക് ചൂടിടുകയാണ്. ആ ചൂട് എന്റെ ഖബറിന്റെ ഭാഗത്ത് വന്നടിച്ചിട്ട് എന്റെ തലമുടി പോലും നരച്ചു പോയി. ഉപ്പാ, ഞാനല്ല കള്ളു കുടിച്ചത്, എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഖബറാളിയാണ്. ആ ഖബറാളിക്കിറങ്ങിയ നരകത്തിന്റെ ശിക്ഷ കാരണം എന്റെ തലമുടി പോലും നരച്ചു പോയെന്ന് സ്വാലിഹ വ്യക്തിക്ക് സ്വപ്നത്തിലൂടെ അല്ലാഹു അറിയിച്ചു കൊടുത്തുവെങ്കിൽ, മനുഷ്യാമാനവാ, നീ കൊണ്ടുപോയി അടക്കുന്ന ഖബറിന്റെ സമീപത്ത് പോലും അദാബാണ്. നിനക്ക് മാത്രമല്ല അദാബ്, നിന്റെ ഖബറിലേക്ക് മാത്രമല്ല തീ കൊണ്ട് ശിക്ഷയുണ്ടാവുക, നിന്റെ ചാരത്തടങ്ങുന്നവനും ശിക്ഷയാണ്. നിന്റെ ചാരത്തടങ്ങുന്നവനും അതിലൂടെ പ്രസരമേൽക്കുമേ, അതിലൂടെ ബുദ്ധിമുട്ടുണ്ടാകുമേ എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ചെറിയ വിഷയമല്ല ഖബറിലെ ശിക്ഷ. ഇപ്പൊ ഈമാൻ ഊരപ്പെടുന്നു, ആഖിബത്ത് അന്ത്യം മോശമാകുന്നു, അതിനാണ് ജീവിക്കുന്നത്. മോമിനായി മരിപ്പിക്കണേ അല്ലാഹ്. ആരാ ദ്വാരക്കാത്തത്? എല്ലാവരും ദ്വാരുന്നതാണ്, എല്ലാ പ്രവാചകന്മാരും ദ്വാരുന്നതാണ്. ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني
മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബിയുടെ ദുആണ്, പടച്ച റബ്ബേ ഈജിപ്തിന്റെ അധികാര മഹോന്നത പദവി എന്റെ കൈവെള്ളയിലേക്ക് നൽകി എനിക്കത് ശാശ്വതമാക്കി തരണേ എന്നല്ല യൂസുഫിന് ദുആയിരക്കുന്നത്. അല്ലാഹുവേ പടച്ച റബ്ബേ സ്വപ്ന വ്യാഖ്യാനങ്ങൾ എനിക്ക് നൽകി അല്ലാ, എന്നെ സ്വന്തം പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാകുന്ന എന്റെ സഹോദരങ്ങൾ വന്നുകൊണ്ട് എന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് അവരെ നീ വരുത്തി അല്ലാ. 40 കൊല്ലങ്ങൾക്ക് ഇപ്പുറം എനിക്ക് ഈജിപ്തിന്റെ പരമോന്നത പദവി എന്നെ നീ നൽകി അല്ലാ, എനിക്ക് നീ നൽകി അലങ്കരിച്ചു റബ്ബേ, എന്നെ നീ ബഹുമാനിച്ചു അല്ലാ. ഈ മഹോന്നതമാകുന്ന പദവിയോ ഈ ചെങ്കോൽ പദവിയോ എനിക്ക് വേണ്ട റബ്ബേ, എനിക്ക് വേണ്ട റബ്ബേ. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് തവഫനി മുസ്ലിമാ, മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫ് എടുത്ത് നോക്ക് സഹോദരാ. വീടിന്റെ അകത്തലങ്ങൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ കൈകൊണ്ടെടുക്കണേ, ഓതണേ, പാരായണം ചെയ്യണേ. ആ യൂസുഫിന്റെ അവസാന ഭാഗത്ത് ഈ ദുആ അല്ലാഹു കൊണ്ടുവരുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈജിപ്തിന്റെ പരമോന്നത പദവിയിലേക്ക് എത്തിയിട്ട് പോലും 10,000 അംഗരക്ഷകരുണ്ടായിരുന്നുവത്രേ. ബഹുമാനപ്പെട്ട യൂസുഫ് നബിക്ക് 10,000 അംഗരക്ഷകരുണ്ടായിരുന്നു. അശ്വാരൂഢം 2 ഉണ്ടായിരുന്നു. ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സുന്ദരമായ ജീവിതം നയിക്കുകയാണ് യൂസുഫ്. സ്വർണത്താലുള്ള തുക്കുപ്പായമാണ്, സ്വർണത്താലുള്ള കിരീടമാണ്, സ്വർണത്താലുള്ള കസേരയാണ്. ജീവിതം മുഴുവനും ആർഭാട തുന്തുലമായിട്ട് പോലും പടച്ച റബ്ബിനെ മറക്കാതെ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മുസ്ലിമായി മരിപ്പിച്ച സാലിഹീങ്ങളോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം എന്നെ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ എന്ന് സയ്യിദുനാ യൂസുഫ് ദുആ ചെയ്തു എന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലഹു. അതൊക്കെയാണ് ദുആ. കാരണം എന്താ, ഈമാൻ പോയില്ലേ. പ്രവാചകനാ ആരാ ദുആ ഇറക്കുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനാ. ഒരിക്കലും ഈമാൻ തെറ്റൂല. എന്നിട്ടും പടച്ച റബ്ബിനോട് ചോദിക്കുക, എന്തിനു വേണ്ടി? നമുക്ക് പഠിക്കാൻ വേണ്ടി. നമ്മൾ ഇന്ന് വരെ ചോദിക്കുന്നുണ്ടോ? നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് തവഫന മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ ദുആ ഇറക്കുമ്പോഴേ നമ്മളെ കാണുന്നില്ല, നമ്മൾ ഓടി വീട്ടിലെത്തി. ആർക്ക് വേണ്ടിയാ മുല്ലര് ദുആ ഇറക്കുന്നത്? ആർക്ക് വേണ്ടിയാ ഉസ്താദ് ദുആ ഇറക്കുന്നത്? നാട്ടുകാർക്ക് വേണ്ടി, നാട്ടിൽ ബറക്കത്തുണ്ടാകാൻ. വല്ല നാട്ടിൽ നിന്ന് വന്ന മുസ്ലിയാർ ഈ നാട്ടിൽ ബറക്കത്തുണ്ടാകാൻ ദ്വാരക്കുമ്പോ നാട്ടുകാരില്ല. നാട്ടുകാർ യാ അല്ലാഹ് ഖലാസ് കുഴിമന്തി അടിക്കാൻ പോയേക്കാം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ അവിടെ ഇരുന്ന് ദ്വാരക്കണ്ടേ. തവഫനാ മുസ്ലിമീൻ, മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. വലിയ വിഷയാണത്. എല്ലാ ആളുകളും സാലിഹീങ്ങളും മുഴുവനും അന്ത്യം വിജയിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അവസാന ആഖിബത്ത് മോശമായി പോയില്ലേ. വലാഖിബതു ലിൽമുത്തഖീൻ, അന്തിമ വിജയമുള്ളത് തഖ്വ വെക്കുന്നവർക്കാണ്, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നവർക്കാണ്, ഈമാൻ പോകാതെ ഈമാനിനെ സംരക്ഷിക്കുന്നവർക്കാണ് അന്തിമ വിജയമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈമാൻ പോകാതെ പിടിച്ചു നിർത്തണം. അത് പോകുന്ന പല പണിയും നോക്കും ആളുകൾ, പലതും നോക്കും. നമ്മളെ പിഴപ്പിക്കാൻ പലരും വരും. നീ അതിലൊക്കെ ഒന്നും പോകണ്ട. കൂട്ടുകാരൻ പറയും, വാടാ നമുക്ക് പോയി കള്ളു കുടിക്കാം, വാ, നിന്റെ പൈസ ഞാൻ എടുത്തോളാം. രാവിലെ സുബഹി കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവൻ ചായ കുടിക്കുന്നുണ്ട്, നമ്മളെ വിളിക്കൂല. വൈകുന്നേരം കള്ളു കുടിക്കാൻ ഹെവൻ വിളിക്കും, വാടാ നിന്റെ പൈസ ഞാൻ എടുത്തോളാം. ശരിയല്ലേ? കള്ളു കുടിക്കാരങ്ങനെയാണ്. നീ ഇപ്പം നിന്റെ പൈസ ഇല്ലേ? പൈസയില്ലടാ, ഞാൻ അതായിക്കണം, നിന്റെ ഫ്രണ്ടിൻ്റെ ഇടിച്ച് ഫ്രണ്ടിൻ്റെ ഇടുത്, വാടാ നമ്മോട് വാങ്ങിച്ചു തരാന്ന്. കള്ള് മാത്രം വാങ്ങിച്ചു തരും. അങ്ങനെയാണ്, ശൈത്താനീയത്താണത്.
قال رسول الله صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്നലി ഇബ്നി ആദമ ലമ്മതം ബിൽ മലകി വലമ്മതം ബിശൈത്താൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബത്തെ മനുഷ്യർക്ക് മലക്കുമായി ബന്ധമുണ്ട്, പിശാചുമായും കണക്ഷനുണ്ട്. രണ്ട് കണക്ഷനുണ്ട് ഓരോരുത്തർക്കും. ഇന്നലി ഇബ്നി ആദം സന്തതികൾ കൊണ്ട് ലമ്മതം ബിൽ മലകി വലമ്മതം ബിശൈത്താൻ, പിശാചുമായും കണക്ഷനുണ്ട്, മലക്കുമായും കണക്ഷനുണ്ട്. മലക്കിന്റെ കണക്ഷനാണ്. അതിന് പോകണ്ട അവിടെ. ഓ ഇച്ചിരി ദൂരെയല്ലേ, വള്ളിത്തുണ്ട് ഇച്ചിരി അകത്തോട്ടല്ലേ, ഓ എന്തിനാണ് വെറുതെ എന്നിങ്ങനെ തോന്നിക്കോ. അത് പിശാചിന്റെ കണക്ഷനാണ്. ഇച്ചിരി ദൂരെ ആയാലും കുഴപ്പമില്ല, കുറച്ച് ദൂരത്ത് പോകണമല്ലോ, അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നവരുണ്ട് അല്ലേ. എരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നവരുണ്ട്, ഓച്ചിറയിൽ നിന്ന് വന്നവരുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. മറ്റേത് പിശാച് ഇങ്ങോട്ട് പിടിക്കും. എന്തിനാ പത്രം വെള്ളിയാഴ്ച കേൾക്കുന്നതല്ലേ, ഇപ്പം എന്തിനാ അവിടെ വരെ പോകുന്നു. അപ്പോൾ മലക്കുൻ്റെ ഊത് പറയും, ഇവരെ വെള്ളിയാഴ്ച ആണെങ്കിൽ മുമ്പ് അങ്ങനെ എല്ലാ പ്രാവശ്യവും കൊടുക്കലില്ല, വല്ലപ്പോഴും കൊടുത്താൽ എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് മലക്കിങ്ങനെ പറയുമ്പോൾ അങ്ങനെ വന്നവരുണ്ട്. അത് മലക്കിയായ കൂവത്താണ്, അങ്ങനെ വരിക. മറ്റേത് പിശാച് ഇങ്ങനെ പിടിച്ചിടുകയാണ്. ഏയ് പോവണ്ടേ, അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പോയി മതി കേൾക്കാം എന്ന് പറഞ്ഞ് പിശാച് ഇങ്ങനെ പിടിച്ചിടും. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഏത് ദീനിൻ്റെ വിഷയത്തിലും രണ്ട് ഭാഗം ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ അങ്ങനെ പറയും, ഓട്ടോമാറ്റിക്കാണത്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ലമ്മത്തം ബിൽ മലക്കി വലമ്മത്തം ബിശൈത്വാൻ. പിശാചുമായി കണക്ഷനുണ്ട്, മലക്കുമായി കണക്ഷനുണ്ട്. എന്നവിടെ പോകണോ? പോകണ്ട, ചെറിയ ചാറ്റൽ മഴ പെയ്ത് പോകണ്ട അല്ലേ. ഇന്നിപ്പോൾ മഗ്‌രിബിന് അങ്ങനെ മഴ പെയ്തെങ്കിൽ അല്ലാത്തൊരു മനുഷ്യൻ കാണൂല, ഇഫുലിൻ്റെ പിള്ളേർ മാത്രം ഉണ്ടാവും. കാരണം എന്താ, നീയിപ്പോൾ വല്ല പോച്ച് പെണ്ണും പിള്ളേരുടെ കൂടെ സൊറയൊക്കെ പറഞ്ഞ് ഇവിടെ വേണം കിടക്കാം വെറുതെ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രണ്ട് കണക്ഷനാണ് നമുക്ക്. ചിലർ പറയും മഴ പെയ്താലും കുഴപ്പമില്ല, ഒന്ന് പോയിട്ട് ആ ദുആയിലൊന്ന് പങ്കുകൊള്ളാം എന്ന് പറഞ്ഞു പോകും. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാം. എന്തിന്, ഇനിയിപ്പോൾ 10 മിനിറ്റേ ഉള്ളൂ, ബാങ്ക് വിളിക്കട്ടെ എന്നിട്ട് പിന്നെ അങ്ങ് എഴുതേക്കാം. ആ 10 മിനിറ്റും കൂടെ വീണ്ടും കിടക്കാൻ നീയത്ത് നോക്കുന്നു. പിശാചിൻ്റെ കണക്ഷനാണ്. അല്ല 10 മിനിറ്റല്ലേ, അൽഹംദുലില്ലാ പടച്ചോ നമ്മൾ എഴുന്നേൽപ്പിച്ചല്ലോ, 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ട്, വേഗം പോയി ഒളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ നിനക്ക് കഴിഞ്ഞോ? മലക്കിയായ കൂവത്തിലേക്ക് നീ അടുത്തിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി. ആ കൂവത്ത് നമുക്ക് കിട്ടേണ്ടത്, അത് വരണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കയറി പോവും. നമുക്കൊക്കെ ഉള്ളത് ശൈത്താനിയായ കൂവത്തായിരിക്കാം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മലക്കിയായ കൂവത്തിലേക്ക് നിങ്ങൾ അടുത്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ സദസ്സിൽ നിങ്ങൾക്ക് എത്താൻ സൗഭാഗ്യം കിട്ടിയത്. ഇൽമിൻ്റെ തീരത്ത് വരിക അതെല്ലാവരും പറ്റൂല, ശൈത്താൻ അടുപ്പിക്കൂല. കാരണം ഈ സദസ്സിൽ വെച്ച് ഒരാൾ മരിച്ചാൽ സ്വർഗത്തിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഭൂമിയിൽ 2 സ്വർഗമുണ്ട്, അതിലൊരു സ്വർഗമാണ് ഇൽമിൻ്റെ സദസ്സ് എന്ന് ആദരമായ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സദസ്സ് സ്വീകരിക്കപ്പെടുന്നതാണ്, കബൂലാക്കപ്പെടുന്നതാണ്. ഇൽമിൻ്റെ സദസ്സ് ഒന്നുപോലും ഒഴിയരുതേ. ഇൽമ കേൾക്കാൻ കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കള്ളു കുടിക്കുന്ന മനുഷ്യൻ നാളെ ആഖിറത്തിലെത്തുമ്പോ അവന് കിട്ടുന്നതാകുന്ന ശിക്ഷയെപ്പറ്റി അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാ ഇത് പറയുന്നത്? കള്ളുകൂടിയെ തന്നെ ഇങ്ങനെ പിടിച്ചേക്കുന്നെന്താ? ഒന്ന്, അത്രത്തോളം കൂടുതൽ നമ്മുടെ നാട്ടിലുണ്ട്, അതുകൊണ്ടാണ്. 2, അതിൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരും അടിക്കുന്നത്, അതിൻ്റെ പുറകെ നിൽക്കുകയാണ്. പൈസ ഇല്ലാത്തവനൊക്കെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. പട്ടിണി ആയിരിക്കും എൻ്റെ വീട്ടിൽ, പട്ടിണി മാറ്റാൻ ഫുഡ് കരുതില്ല, പൊറോട്ടയും ബീഫും ഇല്ല. അല്ലാഹ് കുറച്ച് കുടിക്കാൻ പഠിച്ച മാറ്റർ വന്നേക്ക്, അത് വാങ്ങിച്ചു കൊടുക്കും. വെറുതെ പറയില്ല, അതാണ് കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ടിൻ്റെ ഒരു രീതി അതാ. സിഗരറ്റ് എൻ്റെ ഇല്ലേ, എന്നാടാ സിസൽ വെട്ടർ വാങ്ങിച്ചിട്ട് വൈക്ക്, ക്യാൻസർ വരട്ടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊടുത്തേക്കുക. അല്ലാഹ് അവൻ രാവിലത്തെ ചായ കുടിച്ചിട്ടുണ്ടാവൂല, തൊണ്ടയൊക്കെ വരണ്ടിക്കുക, ഒരു ഗ്ലാസ് വെള്ളം, ഒരു നാരങ്ങ വെള്ളം, കുരുക്കി സർബത്ത്, അല്ലാഹ് ഒന്നുമില്ല, കുരുക്കി സിഗരറ്റ് ഇട്ടിട്ട് തരും, ബിസ്മില്ലാ പഠിച്ചിട്ടുവാ. അതാണ് കൂട്ടുകെട്ട്. ഞാൻ വെറുതെ പറയില്ല, അശ്ലീലതമാകുന്ന എന്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകും. خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال لا إله إلا الله لا إله إلا الله لا إله إلا الله
മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖല്ലി ഒഴിവാക്ക് സോദരാ, ഖല്ലി എന്റെ സോദരാ, ഖുല്ലത്തൽ ഖിദ്ലാനി നിന്യന്മാരുമായിട്ടുള്ള സഹവാസത്തെ, കൂട്ടുകെട്ടിനെ വെടിയണേ, വെടിയണേ. നിന്നെ വിളിക്കുന്നത് സിനിമയ്ക്കാണോ? ഇല്ലെന്ന് പറയണേ. നിന്നെ സിലിക്കുന്നത് മോശപ്പെട്ട തലത്തിലേക്കാണോ? ഞാനില്ല എന്ന് നീ ഉറച്ച തീരുമാനത്തിലെത്തണേ. ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. ആഖിബത്തിനെ പേടിച്ചതിന് വേണ്ടി, ഖിയാമത്ത് നാളിനെ ഭയപ്പെട്ടതിന് വേണ്ടി, അന്ത്യം മോശമാകുമെന്ന് പേടിച്ചുകൊണ്ട് കള്ളു കുടിക്കുന്നവരോടുള്ള കൂട്ടുകാരുമായിട്ട് വിട പറയടേ. സിഗരറ്റ് വലിക്കുന്ന കൂട്ടുകാരില്ലയോ? പാൻപരാഗ് നിനക്ക് ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരുന്ന കൂട്ടുകാരില്ലയോ? സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ബഫെങ്കിലും വലിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ചുണ്ടിലേക്ക് വെച്ചു തരുന്ന നിന്റെ കൂട്ടുകാരനില്ലയോ? അവനുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കണേ, അവനുമായിട്ടുള്ള ചങ്ങാത്തം വെടിയണേ, അവനുമായിട്ട് നീ കൂട്ടുകെട്ടരുതേ. ഖലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. നല്ല സ്വഭാവമുള്ള കൂട്ടുകാരെ നീ തിരഞ്ഞെടുക്കണേ. കള്ളു കുടിക്കാത്ത, സിനിമയുമായി ബന്ധപ്പെടാത്ത, നമസ്കരിക്കാൻ നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലുകൾ കേൾക്കുമ്പോ എടാ നിസ്കരിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന കൂട്ടുകാരനുണ്ടോ? നമസ്കാരത്തിന് ശ്രദ്ധ ചെലുത്തുന്ന കൂട്ടുകാരനുണ്ടോ? നിന്റെ നമസ്കാരത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ട് എടാ ഇങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് നന്മയിൽ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരനുണ്ടോ? നിന്നെ കൊണ്ട് സ്വതക്ക് കൊടുപ്പിക്കുന്ന, നിന്റെ സകാത്തുകൾ കർശത വെക്കുന്ന, നമുക്കൊരുമിച്ച് ഉംറയ്ക്ക് പോകാമെന്ന് പറയുന്ന കൂട്ടുകാരൻ, നമുക്കൊരുമിച്ച് സിനിമയ്ക്ക് പോകാമെന്ന് പറയുന്നവരല്ല, നമുക്കൊരുമിച്ച് ഉംറയ്ക്ക് പോകാം, നമുക്കടുത്ത വർഷം ഹജ്ജിന് പോകാമെന്ന് പറയുന്ന കൂട്ടുകാരൻ നിനക്കുണ്ടോ? നമുക്ക് ഇന്ന സ്ഥലത്ത് വാത് നടക്കണം, നമുക്കൊന്ന് പോകണം, നമുക്കൊന്ന് കേൾക്കണം, നമുക്കൊന്ന് നന്നാവണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന കൂട്ടുകാരനുണ്ടോ? തറാവി 5 നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നവരെ കാണുമ്പോ എടാ നമുക്കൊന്ന് പൂർത്തിയാക്കി 20 റക്അത്ത് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തി 20 റക്അത്ത് നിസ്കരിപ്പിച്ച് 3 റക്അത്ത് വിത്റും കൂടിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിത്റും കൂടി നമസ്കരിപ്പിച്ചിട്ട് ദുആവും കഴിപ്പിച്ചിട്ട് വിടുന്ന കൂട്ടുകാരനുണ്ടോ? പാതിരാത്രി സമയത്ത് ഖുർആൻ ഓതാൻ താല്പര്യം വെക്കുന്ന കൂട്ടുകാരനുണ്ടോ? സുബൈക്ക് ജമാഅത്തിന് വരാതെ നീ വീടിന്റെ അകത്തളങ്ങൾ കൂർക്കം വരച്ചുറങ്ങുമ്പോ നിന്നെ ഫോൺ വിളിച്ച് നിന്റെ വീട്ടിന്റെ അകത്തളത്തിൽ വന്ന് കോളിംഗ് ബെല്ലും കടിച്ച് നിന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് നിസ്കരിക്കാ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരനുണ്ടോ? കൂട്ടുകാരനുണ്ടോ? അങ്ങനത്തെ ഒരു കൂട്ടുകാരനുമായി നീ സഹവസിക്കണേ, എങ്കിലേ നീ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അൽ ബുഗ്ദു ഫില്ലാ വൽ ഹുബ്ബു ഫില്ലാ. അള്ളാന്റെ വിഷയത്തിൽ കോപമുണ്ടാകുക, കൂട്ടുകാരനുമായി അള്ളാന്റെ വിഷയത്തിൽ സ്നേഹിക്കുക. അങ്ങനത്തെ കൂട്ടുകാരൻ വരണം. നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിയത്ത് വെച്ചോ, നമ്മുടെ ഹൈവാൻ അങ്ങ് ഒഴിവാക്കുക. അവന് വേണ്ട, അവന് തിയേറ്ററിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന തരംഗത്തിൽ പോകാമെന്ന് പറയുന്നവനാണ് അവൻ. എന്നാ വേണ്ട, ഖലാസ്, അവനെ ഒഴിവാക്കി, അവന് വേണ്ട നമുക്ക്. എന്നിട്ട് നല്ല കൂട്ടുകാരുമായിട്ട് നമ്മൾ സഹവസിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവനുമായിട്ടുള്ള സഹവാസം ഒഴിവാക്ക്, മോശപ്പെട്ടവനെ ഒഴിവാക്ക്, നന്നാകെ നീ. ഇനി നിനക്ക് ആയുസില്ലല്ലോ, വയസ്സ് 30, 40, 50, 60 എത്തിയില്ലേ, മരണത്തിലേക്ക് അടുത്തിട്ടില്ലേ. ഇനി എന്ന് നന്നാവും? ഇനി എന്നാ നന്നാകാൻ തീരുമാനിച്ചിരിക്കുന്നത്? സഹോദരി, നിന്റെ കൂട്ടുകാരികളെ നീ ശ്രദ്ധിക്ക്. വാലിന്റെ സദസ്സിലേക്ക് പോകാൻ വൈകുന്നേര സമയത്ത് കൂട്ടുകാരി പറയുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കിക്കോ, അവൾ സാലിഹത്ത, അവരുടെ കൂടെ കൂടിക്കോ. നമുക്ക് അവിടെ ഒരു കല്യാണം ഉണ്ട്, പോകണ്ടേ, അടിച്ചു പൊളിക്കണ്ട. നീ ഏതാ ഇടുന്നത്? ഈ സാരി എടുക്കുകയാണോ? ഞാൻ ലാച്ച ഇടുന്ന മിടിയും ചോപ്പൊക്കെ ഇട്ട് കിടക്കാം, 80 വയസ്സുണ്ട്, നമ്മൾ കിട്ടണ്ട വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂടെ വരുന്ന താത്തയാണോ? നാം മനസ്സിലായിക്കോ, ഇത് കല്യാണത്തിന് പോകുന്ന കൗമാണ്, അതിന് വരുന്ന കൗമല്ല. അതിന് പോകണ്ടെന്ന അർത്ഥത്തിലല്ല. കല്യാണം ഒരാൾ ക്ഷണിച്ചാൽ പോകണം, മാന്യമായ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് പോകണം, അത് പോകണ്ടെന്ന അർത്ഥത്തിലല്ല. മരണ വീട്ടിൽ പോകണം, മരിച്ചവരെ കാണാൻ വേണ്ടി നീ തിക്കും തിരക്ക് കൂട്ടണ്ട. അന്യപുരുഷനാണ്, അവിടെ പോയി തൊട്ട് വലിച്ചു നോക്കുക, തുണി മാറ്റി നോക്കുക, അതിൻ്റെ പുറകെ നിൽക്കണ്ട. മയ്യത്തെടുക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ ഇടിയുന്ന സ്ത്രീകളാണ്, പറയാതിരിക്കുന്നത് അങ്ങനെയാണ്. മയ്യത്തകത്ത് കിടത്തിയിരിക്കുകയായിരിക്കും, ഒരു ഉസ്താദിനോട് വന്ന് മാന്യമായിട്ടൊരു ദ്വാരന്ന് പോകാൻ പറ്റൂല, ഇടിയോടെ ഇടി, ഭയങ്കര ഇടി. ചില സ്ഥലങ്ങളാണെങ്കിൽ മറയൂല. ഞാൻ ഈ അടുത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ ആ വീട്ടിൽ അൽഹംദുലില്ലാ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടം തോന്നിപ്പോയി. കാരണം ജീവിതത്തിൽ കാണൽ അനുവദനീയമായവർ മാത്രം കാണുക എന്ന്.
ഒറ്റ വാക്കിലെല്ലാം തീർന്നു. ബുദ്ധിയുള്ളവൻ ചിന്തിക്കും, മാറും, പുറകോട്ട് വരും. ഉമ്മാൻ്റെ ജനാസയാണ് വെച്ചിരിക്കുന്നത്. കാരണം വരുന്നവരോടൊക്കെ പറയുമ്പോൾ ചിലർക്കത് മുഷിപ്പുണ്ടാകും, മാനസികമാകുന്ന ഒരു വിഷമം ഉണ്ടാകും. ചെരുപ്പൊക്കെ ഊരിയിട്ട് അകത്ത് കയറി വരുമ്പോഴത്തേക്കും അത് നിങ്ങൾ കാണണ്ടെന്ന് പറയുമ്പോൾ ഒരു അതിനവിടെ എഴുതി വെച്ചിരിക്കുക 2-3 സ്ഥലത്ത് വരുന്ന ഒന്ന് റോഡിൽ തന്നെ, ഒന്ന് പിന്നെ ഇങ്ങോട്ട് മെയിൻ കവാടത്തിൽ അവിടെ അകത്തോട്ട് കയറുന്നിടത്ത്. അപ്പോൾ ബോധമുള്ളവൻ പിന്നെ പോകില്ല. ചിലരിത് കണ്ടാൽ അനുമതിന് പിന്നെ ഞാൻ ഉമ്മായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഭയങ്കര വർത്താനമല്ല, യാ അല്ലാഹ് ഹലാസ് നമ്മൾ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നബി ഇസ്താല്ലേ എന്ന് പറഞ്ഞ് പോകും. അങ്ങനത്തെ കോമുണ്ട്. മരിച്ചതിന് ശേഷം മയ്യത്തിന്റെ പുളിവൊക്കി നോക്കുന്ന പരിപാടി, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഈ അനാചാരങ്ങൾക്കെതിരെ ഇവിടെ സംസാരിക്കാൻ അറിവില്ലേ? പരിശുദ്ധ ഖുർആൻ ഓതിപ്പോയാൽ തെറ്റ്, ഖുർആൻ ഓതിയാൽ തെറ്റ്. മരിച്ച വീട്ടിൽ കൊണ്ടുവന്ന പത്രം ഇറക്കിയിട്ടിരിക്കുക, മനോരമ മുതൽ മാധ്യമം ഏത് പത്രം വേണം എല്ലാം ഉണ്ട്. അതൊക്കെ വായിക്കുന്നതിൽ ഹലാൽ, ഖുർആൻ ഓതിയാൽ ഹറാം. ആരാണ് സഹോദര ഇത് പഠിപ്പിച്ചത്? ഇത് പരിശുദ്ധ ദീനിൽപ്പെട്ടതാണോ? ഖുർആൻ ഓതിയാൽ ഹറാം. അവിടെ പത്രം ഇരിപ്പുണ്ട്, അതിനകത്തെല്ലാം ഫുൾ ഡീറ്റെയിൽ കൊടുത്തിരിക്കുക. മരിച്ച ആളുടെ മരുമകൻ DYSP, അവൻ ഇന്ന ആൾ ഇന്ന സമയത്ത് റിട്ടയർഡായി, അധ്യാപകൻ. അതൊക്കെ പത്രത്തിലില്ലെങ്കിൽ പത്രക്കാരനെ കുത്തിമലത്തും. കാരണം ഇവനത് കാണിക്കാൻ വേണ്ടിയാണ് ഈ പത്രം ഇവിടെ കൊണ്ട് ഇറത്തിയിട്ടിരിക്കുന്നത്. ഇന്ന് മരിച്ച വീട്ടിലുള്ള പരിപാടിയെ പറഞ്ഞു, വാപ്പ മരിച്ച ഉടനെ ഫോൺ വിളിച്ചിട്ട് 10 പത്രം വരുത്തിയിടുക. 10 മുസ്ഹഫില്ല ഇവിടെ. 10 പേര് വന്നൊരു ഫാത്തിഹ സൂറത്ത് ഓതുമായിരുന്നു. ആ ഖുർആൻ കണ്ടിട്ട് വരുന്നതാകുന്ന ഉസ്താദുമാർ ഒരു യാസീൻ ഓതുമായിരുന്നു. എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കൈക്ക് പിടിച്ചിട്ട് അല്ലാഹ് കുലുക്ക് സർബത്ത്, അല്ലാഹ് ഖലാസ്, തുണിയും പൊക്കി നോക്കുക, പോവുക. അതാണോ നമ്മുടെ ജീവിതത്തിൽ മാറ്റൊരു വേണ്ടേ സഹോദരങ്ങളെ? എന്നാ നമ്മൾ നന്നാവുക? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ? നാളെ ഞാനും ഇതുപോലെ വന്ന് കടക്കേണ്ടതാണെന്നുള്ള ചിന്തയില്ലേ? ഖുർആൻ ഓതാൻ ഇത്ര മടി? നമ്മുടെ നാവ് നന്നാക്കണ്ടേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, അൽ ഹാലു വൽ മുർതഹീൽ, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് സഹാബത്തിന് അർത്ഥം മനസ്സിലായില്ല. ഖീല വമൽ ഹാലു വൽ മുർതഹീൽ യാ റസൂലല്ലാഹ്. എന്താണ് നബിയെ ഹാൽ എന്ന് പറഞ്ഞാൽ? എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, ഇദാ ഖതമ ഖതമതാ ഇസ്തനഫ ഖതമതൻ നുഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതലാണ്, അഥവാ ഖുർആൻ ഖത്മ തീർക്കലാണ്. ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതലാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്, വീണ്ടും പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കലാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമുക്ക് വല്ലതുണ്ടോ? ഖുർആൻ ഖത്മ തീർത്തിട്ടുണ്ടോ ഇന്ന് വരെ? നമ്മുടെ ആയുസ് ഇത്രയും 70 വർഷം 60 കൊല്ലമൊക്കെ ഈ ആയുസിനിടയിൽ ഒരു ഖത്ത് ഓതിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഒരു ഖത്ത് ഓതിയിട്ടുണ്ടോ? ചിന്തിക്ക്, വയസ്സെത്രയായി? ഇതൊക്കെ ചെറുപ്പക്കാർക്ക് ഒരു മാറ്റൊരു സൃഷ്ടിക്കാൻ ഞാൻ പറയുകയാണ്. ചെറുപ്പക്കാർ ചിന്തിക്കണം, നമുക്കൊക്കെ ആയുസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. 2018 ഇതാ വിട പറയാൻ, 19 ഇതാ പഠിക്കലെത്തി. നിന്റെ ജീവിതത്തിൽ എത്ര നന്മയുണ്ട്, ഒരു വിചിന്തനത്തിന്റെ സമയമാണിത്. നീ ചിന്തിക്കണം, നിന്റെ നമസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സക്കാത്ത്, നിന്റെ അമലുകൾക്ക് എന്തൊക്കെ രീതിയിൽ സുഹൃതം വരുത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ട്, മാറ്റൊരു വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഖുർആനുമായിട്ട് നീ അടുത്തിട്ടുണ്ടോ? അതല്ല ഖുർആൻ ഉള്ള ഓതലിൽ നിന്ന് നീ കുറഞ്ഞിരിക്കുകയാണോ പഴയ അവസ്ഥയിൽ നിന്ന്? പണ്ട് നീ വിശുദ്ധമായ ഖുർആൻ ഓതിയിരുന്നു, ഖത്തം തീർത്തിരുന്നു, ഓരോ ജുസു വെച്ചുകൊണ്ട് ഓതിയിരുന്നു, മാസത്തിൽ ഒരു ഖത്തം ഓതിയിരുന്നു. പള്ളിയിൽ നിന്ന് ഉസ്താദുമാരെ അല്ലെങ്കിൽ മുത്തല്ലിമീങ്ങളെ വിളിച്ചിട്ട് ഖത്തം വഴങ്ങുമായിരുന്നു. പണ്ടൊക്കെ അങ്ങനെയുണ്ട്. അലിമീങ്ങളാരെയും വിളിച്ചിട്ട് വീട്ടിൽ വിളിച്ചിട്ട് ഖത്തം വഴങ്ങും, ദ്വാരക്കും. ഇന്നിപ്പോൾ എന്ത് ഖത്തം? ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ ഓതുന്ന പരിപാടിയില്ല. നമുക്കൊക്കെ ഭയങ്കര അകൽച്ചയാണ്, ദീനിൽ നിന്ന് ഭയങ്കരമായി അകന്നുപോയി. അത് തന്നെയാണ് ലോകാവസാനത്തിൻ്റെ അടയാളവും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സഅ
അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സ്വഹാബ, ഈ ലോകം അവസാനിക്കുകയില്ല സ്വഹാബ. അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അല്ലാഹ് എന്ന് പറയുന്നതിനെ തൊട്ടുള്ള അവസ്ഥയുണ്ടോ, അവസ്ഥയുണ്ടോ? അല്ലാഹ് എന്നുള്ള ഫിക്ർ നമ്മുടെ മനസ്സിലുണ്ടോ സോദരാ? അല്ലാഹ് എന്നുള്ള ചിന്ത മനോമുഖരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ സിനിമയുടെ ലോകത്തേക്ക് പോകുമോ? സീരിയലിന്റെ ലോകത്തേക്ക് പോകുമോ? സിനിമാ പാട്ട് കേട്ടുകൊണ്ട് രാത്രിയുടെ ആമങ്ങളെ നീ തള്ളി നീക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, പറഞ്ഞില്ലയോ? യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വൻതാരിൽ ഖുർആനി ബൽ വൽ ആഖിറ. സിനിമാ പാട്ട് കേട്ടുകൊണ്ട് പാതിരാത്രി സമയങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, ബസ്സിലേക്ക് കയറിയാലും മുസ്ലിം സഹോദരിമാരുടെ കാതിൽ ഹെഡ്സെറ്റാണ്, ഹെഡ്സെറ്റാ. ട്രെയിനിൽ കയറിയാലും മുസ്ലിം ചെറുപ്പക്കാരന്റെ കാതിൽ ഹെഡ്സെറ്റാണ്, ഹെഡ്സെറ്റാണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉമ്മ നോക്കിയാലും ബാപ്പ നോക്കിയാലും മകന്റെ കാതിൽ എപ്പോഴും ഹെഡ്സെറ്റാണ്. സിനിമാ പാട്ട് കൊണ്ട് ലോകത്തേക്ക് ഉറങ്ങുന്നവരെ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് വിഹരിക്കുന്നവരെ, നിന്റെ ചെവിയിൽ നാളെ ഈയമൊഴുക്കി ഒഴിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തിൽ വെച്ചുകൊണ്ട് നിന്റെ ചെവിയിലേക്ക് ഈയമൊഴുക്കി ഒഴിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. നിന്റെ കാതുകൾക്ക് സന്തോഷമുണ്ടാവണോ? നിന്റെ ഹൃദയത്തിന് കുളിർമ വരണോ? ഈ ദുനിയാവിലുള്ള സർവ്വപരാമുസീബത്തുകൾ, ഇടങ്ങേറുകളെ തൊട്ട് നിനക്ക് കാവൽ കിട്ടണോ? നിന്റെ മക്കള് പരീക്ഷ എഴുതിയിരിക്കുകയാണ്, ഉന്നത വിജയം കൈമുതലാകണോ? മക്കള് സാലിഹീങ്ങളാകണോ? ഖൈറായ ജോലി അവർക്ക് വരണോ? അവരെ ജോലിയെ തൊട്ട് തടുത്തു നിർത്തുന്ന ശർറുകൾ വിഭാടനം നടത്തണോ? യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ മൊബൈൽ ഫോണിലേക്ക് നീ ഒന്ന് ആപ്പ് സ്റ്റോർ വഴിയോ പ്ലേ സ്റ്റോർ വഴിയോ ഖുർആൻ ഡൗൺലോഡ് വെച്ചുകൊണ്ട് നീ ആ ഖുർആൻ ഒന്ന് കേൾക്കണേ, കേൾക്കണേ. ഖുർആൻ കേൾക്കാൻ തയ്യാറായാൽ എത്ര നല്ല കാര്യങ്ങളുടെ ഓത്തുണ്ട്, എത്രയോ നല്ല ഹാഫിളീങ്ങളുടെ സുന്ദരമായ പാരായണമുണ്ട്. ആ ഖുർആൻ വാക്യങ്ങൾ നീ കേൾക്കണേ, കേൾക്കണേ. ദുന്യവിയായ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ്, കാവലാണ്. വഅൻതാലിൽ ഖുർആൻ വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ ഒരു വ്യക്തി തയ്യാറായാൽ സുബ്ഹാനല്ലാഹ്, ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് അവനെ തടുക്കുമേ, തടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ന്യൂ ഇയർ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന മുസ്ലിമീങ്ങളെ, മുസ്ലിം സഹോദരിമാരെ, നിന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ആഘോഷ പരിപാടികളുമായി നീ ഇറങ്ങരുതേ, ഇറങ്ങരുതേ. പടക്കം പൊട്ടിക്കുന്ന ചെറുപ്പക്കാരാ, കള്ളു കുടിക്കുന്ന സഹോദര, ലഹരി നുണഞ്ഞുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ, സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും കേട്ടും കണ്ടുകൊണ്ട് സമയങ്ങളെ കൊല്ലുന്ന യുവാക്കളെ, യുവതികളെ, നിന്റെ ഫേസ്ബുക്കിന് വിട ചൊല്ലണേ, നിന്റെ ട്വിറ്ററിന് വിട ചൊല്ലണേ, നിന്റെ വാട്സാപ്പിന് വിട ചൊല്ലണേ. വിശുദ്ധ ഖുർആൻ കൈകൊണ്ടെടുക്കണേ, ഖുർആൻ ഒന്ന് ഓതണേ, ഓതണേ. ദുന്യവിയായ ബലാ മുസീബത്തുകൾ, നീ MBA പഠിച്ചവനാണ്, MBA പഠിച്ചവനാണ്, നിനക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം കിട്ടണം, നിനക്ക് നല്ല ജോലി വേണം, നിനക്ക് ഹൈറായ ജോലി വേണം, നല്ല വേതനം വേണം, എല്ലാ തുറകളും അടഞ്ഞിരിക്കുകയാണ്. നീ വിഷമിക്കണ്ട, വിഷമിക്കണ്ട. യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ. ഖുർആൻ കേൾക്കാൻ തയ്യാറായോ? നല്ല കാര്യങ്ങളുടെ ഓത്ത് നീ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നീ കേൾക്കാൻ തയ്യാറായോ? നിന്റെ മക്കളെ കേൾക്കാൻ തയ്യാറായോ? നിന്റെ വീട്ടിൽ അത്തരത്തിലുള്ള ഖുർആൻ പാരായണം ചെയ്യിച്ചോ? നിന്റെ വീട്ടിൽ ബറക്കത്താണ്, ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് എന്ന്
ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതിയാലോ ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് അഥവാ ഖബർ മുതൽ നിനക്ക് കിട്ടുന്നതായ സുന്ദരമായ ജീവിതമാ, ആഖിറത്തിൽ പരിപൂർണ രക്ഷയാണ് ഖുർആൻ ഓതൽ കൊണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ജീവിതത്തിൽ ചെയ്യണ്ടേ? നമ്മുടെ നാവ് എത്ര മോശമായി! വല്ല ദിക്റുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിലെ 4 നിധികളിൽ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയ ഒന്നാമത്തെ നിധി ലിസാനുൻ ദാക്കിറുൻ, അല്ലാഹുക്ക് ദിക്ർ ചൊല്ലുന്ന നാവാണ്. നമ്മുടെ കൈവശമുണ്ടോ? ചിന്തിക്ക്. അർബഅത്തും മിൻ കൻസി ദുനിയ, ദുനിയാവിലെ 4 നിധികൾ സയ്യിദുനാ റസൂലുള്ളാഹി. 1 ലിസാനുൻ ദാക്കിറുൻ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ്.